AC Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞൊരു പാഠഭാഗമാണ്. അതിൽ 3 സെഷൻസാണ് വരുന്നത്. ഒരു സ്റ്റോറി വരുന്നുണ്ട്, ഒരു പോയം വരുന്നുണ്ട്, പിന്നെ ഒരു ഓട്ടോബയോഗ്രാഫിയാണ് വരുന്നത്. അപ്പോൾ എ ഡോൾ സ്റ്റോറി, എ ഡോൾസ് ജേണി, അതാണ് സ്റ്റോറി വരുന്നത്. പോയം വരുന്നത് ഫോറിൻ ലാൻഡ്സ് ആണ്. പിന്നെ ഓട്ടോബയോഗ്രാഫി ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രാഫിയാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അപ്പോൾ ഇത് 3 ആണ് ഇന്ന് ക്ലാസ്സിലെടുക്കുന്ന. കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു കുട്ടിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താ അതിൽ? ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഇമാജിനേഷൻ അല്ലേ? ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവന അല്ലേ? ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ്. ഈ ലോകത്തെ നമുക്ക് അർത്ഥവത്താകുന്ന രീതിയിൽ മനസ്സിലാക്കാൻ ഭാവന നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഇമാജിൻ ചെയ്യുക, ഇമാജിനേഷൻ. നമ്മൾ കുറേ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യും അല്ലേ? കുട്ടികളായി നിങ്ങൾക്ക് ഇമാജിനേഷൻ ഒത്തിരി ഉണ്ടാവേണ്ട കാലഘട്ടമാണ്. അപ്പോൾ ഇമാജിൻ ചെയ്യണം. നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് അത് എത്തിപ്പിടിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ അടിയിൽ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ എഴുതിയിട്ടുള്ള ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? ദ ട്രൂ സൈൻ ഓഫ് ഇൻ്റലിജൻസ് ഈസ് നോട്ട് നോളജ് ബട്ട് ഇമാജിനേഷൻ. എന്താ അതിൽ ഐൻസ്റ്റീൻ പറയുന്നത്? ബുദ്ധിയുടെ യഥാർത്ഥ അടയാളം അറിവല്ല, ഭാവനയാണെന്നാണ് പറയുന്നത്. The true sign of intelligence is not knowledge but imagination. ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ കോട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്മാർട്ടായിരിക്കുക. നമ്മൾ കുറേ അറിവുകൾ, ഒരാൾക്ക് കുറേ അറിവുള്ളതിനേക്കാൾ ആൾ ക്രിയാത്മകമായി ചിന്തിക്കാനും സങ്കല്പിക്കാനും കഴിവുള്ള ഒരാളാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നാണ് പറയുന്നത്. അതായത് ഒരാൾക്ക് കുറേ അറിവുണ്ട്, പക്ഷെ ആളെക്കാളും ബുദ്ധിമാൻ ആരാണെന്നാണ് പറയുന്നത്? ഒരാൾക്ക് ക്രിയാത്മകമായി ചിന്തിക്കാനും സങ്കല്പിക്കാനും കഴിയുന്ന ആൾക്കാണ് ബുദ്ധി കൂടുതൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയാത്മകമായി ചിന്തിക്കാനും സങ്കല്പിക്കാനും കഴിവുള്ളവരായിരിക്കണം. അപ്പോഴാണ് എന്ത്? ബുദ്ധിമാന്മാരായിരിക്കുക. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ കോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ ആശയങ്ങൾ, നൂതന ആശയങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. ക്രിയാത്മകമായി ചിന്തിക്കാൻ കഴിയണം, സ്മാർട്ടായിരിക്കുക. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്ന ഈ കോട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആശയം. ഓക്കെ, എന്താണോ കോട്ട് എന്നുകൂടിയും പറയാം. ദ ട്രൂ സൈൻ ഓഫ് ഇൻ്റലിജൻസ് ഈസ് നോട്ട് നോളജ് ബട്ട് ഇമാജിനേഷൻ. ബുദ്ധിയുടെ അടയാളം എന്നത് അറിവല്ല, പക്ഷെ ഭാവനയാണ്. ഓക്കെ, അടുത്ത പേജിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സിൽ കുറച്ച് ക്യാപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൽ കൊടുത്തിട്ടുള്ളത്? അതായത് ഒരു ഡോളിൻ്റെ ചിത്രം, ആ ഡോളിനെ കെയർ ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ്. ആ ഡോളിനെ നോക്കണത്, ആ ഡോളിനെ വായിച്ചു കൊടുക്കണം, ഡോളിനെ കെയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഫസ്റ്റത്തിൽ? ഐ ലവ് മൈ ഡോൾ വെരി മച്ച്, ഐ ഗീവ് മൈ ഡോൾ എ ബാത്ത് എവറി ഡേ, ഐ ഫീഡ് മൈ ഡോൾ റെഗുലർലി, ഐ റീഡ് മൈ ഡോൾ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്, ഐ പ്ലേ വിത്ത് മൈ ഡോൾ ഇൻ ഈവനിങ്, ഐ ലൾ മൈ ഡോൾ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്. അതായത് ആ കുട്ടി എന്ത് ചെയ്യണം? ആ ഡോളിനെ ടേക്കൺ കെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ കുട്ടിയെ പരിചരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇമാജിൻ യു ഹാഡ് എ ഡോൾ അറ്റ് ഹോം, ഹൗ ഡിഡ് യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്? അതായത് നമ്മുടെ വീട്ടിൽ ഒരു ഡോൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കുക, എങ്ങനെയാണ് അതിനെ പരിചരിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ടീച്ചറുടെ ഒരു ഡോളിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ടീച്ചർ ആ ഡോളിനെ എങ്ങനെയാണ് പരിചരിക്കുക എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ടീച്ചർ ഡോളിൻ്റെ പേരാണ് ജുനു.
Okay, I called my doll Juno and gave her a cozy little bed in a special corner of my room. Every morning, I dressed her up in a fresh outfit and gave her a gentle brushing with her soft bristle brush. I would feed Juno by reading her favorite stories and sharing interesting facts about the world. She loved learning about different cultures and animals. After lunch, I would play with Juno by creating a mini world for her using building blocks and toys. We would have tea parties and have sorts of adventures together. In the evening, I would snuggle up with Juno and read her bedtime stories, making sure she had good night's sleep. അപ്പോൾ ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ഒരു ഡോളിനെ കുറിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആ ഡോളിനെ പരിപാലിക്കുക എന്നത് ഇതുപോലെ എഴുതാം കേട്ടോ. ഒരു പേരൊക്കെ കൊടുത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ എഴുതുക. അതായത് നമ്മുടെ ചിന്തകളെ അവിടെ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കുക, അതായത് നമുക്കൊരു ഡോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇമാജിൻ ചെയ്യുക, എന്നിട്ട് അതിനെങ്ങനെയാണ് പരിപാലിക്കുക എന്നുള്ളത് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് വരുന്നത് സ്റ്റോറിയാണ്. എ ഡോൾസ് ജേണി എന്നാണ് സ്റ്റോറിയുടെ പേര്. അതായത് ഒരു പാവയുടെ യാത്ര. ഫ്രാൻസ് കാഫ്കയുടെ ഒരു അനിക്ഡോട്ടാണിത്, ഒരു സ്റ്റോറി അതാണ് കേട്ടോ. ഹിയർ ഈസ് ആൻ അനിക്ഡോട്ട് അബൌട്ട് എ ഗേൾ ആൻഡ് ഹെർ ഡോൾ. ദ ജർമ്മൻ റൈറ്റർ ഫ്രാൻസ് കാഫ്ക പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇറ്റ്. ഇറ്റ് ഹാസ് ഓൾസോ അപ്പിയർഡ് ഇൻ ഹിസ് ബയോഗ്രാഫി. അതായത് ഒരു ഗേളും ഒരു ഡോളും ഒരു പാവയും തമ്മിലുള്ള ഒരു അനിക്ഡോട്ട്, ഒരു ഉപകഥയാണ് ഈ ഡോൾസ് ജേണി, ഒരു പാവയുടെ യാത്ര എന്ന് പറഞ്ഞിട്ടുള്ള കഥ. ജർമ്മൻ റൈറ്ററായ ഫ്രാൻസ് കാഫ്കയാണ് ഇതിൻ്റെ കർത്താവ്. ഈ ഫ്രാൻസ് കാഫ്ക എന്ന് പറഞ്ഞ ഈ റൈറ്ററിന് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫിയിൽ ഇത് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. It was a Saturday afternoon. Kafka was walking through a park in Berlin. He met a girl who was crying because she had lost her favorite doll. Kafka joined her in searching for the doll unsuccessfully. He consoled her. He also promised her that he would meet her the next day to continue looking for the doll. The next day, they met at the park in the evening. എന്താ അതിൽ പറയുന്നത്? അതായത് ബെർലിനിലെ പാർക്കിലൂടെ കാഫ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈ റൈറ്റർ നടക്കുകയായിരുന്നു. ഒരു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞൊരു സമയമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട പാവയെ നഷ്ടപ്പെട്ട് കരയുന്ന ഒരു പെൺകുട്ടിയെ അയാൾ കണ്ടുമുട്ടി. കാഫ്ക പെൺകുട്ടിയോടൊപ്പം ചേർന്ന് പാവയെ തിരിഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. അദ്ദേഹം അവളെ ആശ്വസിപ്പിച്ചു. പാവയെ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ അടുത്ത ദിവസം അവളെ കാണുമെന്ന് അയാൾ അവൾക്ക് വാക്ക് കൊടുത്തു. പിറ്റേന്ന് വൈകുന്നേരം അവർ വീണ്ടും പാർക്കിൽ കണ്ടുമുട്ടി. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം, കാഫ്ക pretended that he had found a letter under a bench in the park. He gave the letter to the girl. Kafka had prepared the letter, which was meant to be from the doll. Don't worry about me, the letter said. I am on a trip around the world. It is really exciting. I will tell you everything when I am back. എന്താ അതിൽ പറയുന്നത്? കുറേ നേരം അവർ രണ്ടുപേരും കൂടി തിരഞ്ഞിട്ട് അവർക്ക് കിട്ടിയില്ല. അപ്പോൾ കാഫ്ക എന്ത് ചെയ്തു? ആ ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് ഒരു കത്ത് കിട്ടിയതുപോലെ അഭിനയിച്ചു. ഒരു കത്തെടുത്തു അവിടെ നിന്ന്. എന്നിട്ട് അയാൾ ആ പെൺകുട്ടിക്ക് ആ കത്ത് കൊടുത്തു. അപ്പോൾ പാവ അയച്ചതാണ് എന്ന രീതിയിലാണ് കത്ത്. അങ്ങനെയാണ് കാഫ്ക അത് തയ്യാറാക്കിയത്. അപ്പോൾ കാഫ്ക എന്തൊരു ബുദ്ധിമാനാണെന്ന് നോക്കി. അതായത് ആ കുട്ടിയുടെ വിഷമം കണ്ട് കാഫ്ക പാവ എഴുതുന്ന പോലെ കാഫ്ക എഴുതിയിട്ട് ആ കത്ത് ആ ബെഞ്ചിൻ്റെ അടിയിൽ കൊണ്ടിട്ടിരിക്കുന്നു. എന്നിട്ട് കുട്ടിക്ക് കാഫ്ക കത്ത് കൊടുത്തു. എന്നിട്ട് എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? എന്നെ ഓർത്ത് വിഷമിക്കേണ്ട എന്ന് കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലോകമെമ്പാടും ഒരു യാത്രയിലാണ്. അത് ശരിക്കും ആവേശകരമാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ എല്ലാം പറയാം. അപ്പോൾ ആ കുട്ടിയോട് ഡോള് പറയുന്ന പോലെ ഒരു കത്താണ് കാഫ്ക എഴുതിയിരിക്കുന്നത്. പക്ഷെ കുട്ടിക്ക് അറിയില്ല അത്.
ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് കാഫ്ക എടുത്തു കൊടുക്കുന്ന പോലെ കുട്ടിക്ക് എടുത്തു കൊടുത്തു. The girl continued to receive letters from the doll. She wrote about her adventures in detail. The letters delighted the girl. This went on for some time, but Kafka noticed that the girl was becoming moody as days passed. She badly wanted her doll to come back, and Kafka felt that he could not make up letters indefinitely. Finally, he found a way out. അതായത് ആ പെൺകുട്ടിക്ക് പാവയിൽ നിന്നിങ്ങനെ കത്തുകൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അവളുടെ സാഹസികതയെക്കുറിച്ച് അവൾ വിശുദ്ധമായിട്ട് എഴുതി, കത്തിൽ എഴുതിയിട്ടുണ്ട്. കത്തുകളൊക്കെ പെൺകുട്ടിയെ സന്തോഷിപ്പിച്ചു. ഇത് കുറേ കാലം തുടർന്നു. പക്ഷെ ദിവസങ്ങൾ കഴിയുന്നവർ കുട്ടിക്ക് കുറേ അധികം ഭയങ്കര മൂടിയായിട്ട് വരികയാണ് കുട്ടി. അത് കാഫ്കയുടെ ശ്രദ്ധയിൽ പെട്ടു. അപ്പോൾ തൻ്റെ പാവ തിരികെ വരണമെന്ന് അവൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. തനിക്ക് കത്തുകൾ അനിശ്ചിതമായി എഴുതാൻ കഴിയില്ലെന്ന് കാഫ്കയ്ക്കും തോന്നി. അതായത് കാഫ്കയാണല്ലോ പാവയ്ക്ക് പകരം കത്ത് എഴുതി കൊടുക്കുന്നത് കുട്ടിക്ക്. പക്ഷെ കുട്ടിക്ക് കത്തുകൾ കിട്ടുമ്പോൾ സന്തോഷമാണ്. പക്ഷേ പാവ തിരിച്ചു വരണമെന്ന് അവൾ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് കാഫ്കയ്ക്ക് മനസ്സിലായി. അവൾക്ക് സങ്കടം ഉണ്ടെന്ന് മനസ്സിലായി. ഒടുവിൽ എന്ത് ചെയ്തു? അദ്ദേഹം ഒരു പോംവഴി കണ്ടെത്തി. There were no letters for some days. Then one day Kafka told the girl that the doll was engaged to be married. He had met her while on a trip to another part of the country. Kafka also told her that she had even introduced him to the young man she was going to marry. She was sorry that she could not write letters for some time. She promised that she would be writing as soon as the preparations for the wedding were over. The girl was happy to hear from her doll, but she wondered when she would be able to see her again. കാഫ്ക എന്ത് ചെയ്തു? ഇതിലെന്താ പറയുന്നത്? കാഫ്ക ഒരു പോംവഴി കണ്ടെത്തിയെന്ന് പറഞ്ഞു. അതായത് കുറച്ച് ദിവസത്തേക്ക് കത്തുകളൊന്നും കിട്ടിയില്ല, കത്തുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാഫ്ക പെൺകുട്ടിയോട് പറഞ്ഞു, എന്ത്? പാവയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള യാത്രയുടെ ഇടയിൽ ഞാൻ അവളെ കണ്ടുമുട്ടിയിരുന്നു. അതായത് പാവയെ കണ്ടുമുട്ടിയിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന യുവാവിനെ പോലും അവൾ തനിക്ക് പരിചയപ്പെടുത്തി തന്നതായിട്ടും കാഫ്ക അവളോട് പറഞ്ഞു. അപ്പോൾ കുറച്ച് കാലമായി കത്തെഴുതാൻ പറ്റാത്തതിൽ അവൾക്ക് വളരെയധികം വിഷമമുണ്ട്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞാലുടൻ എഴുതുമെന്ന് അവൾ വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാഫ്കയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പാവ അയച്ചിരിക്കുകയാണെന്ന് ആരോട് പറയാണ്? കുട്ടിയോട് പറയണ, പെൺകുട്ടിയോട് പറയാണ്. അപ്പോൾ തൻ്റെ പാവയിൽ നിന്ന് ഇത്രയും കേട്ടപ്പോൾ പെൺകുട്ടി വളരെയധികം സന്തോഷിച്ചു. പക്ഷേ പാവയെ എപ്പോൾ കാണാൻ കഴിയുമെന്ന് അവൾ ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ഇതാണ് അതിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫിയിൽ പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണിത്. അപ്പോൾ കാഫ്ക എന്ത് ചെയ്യാണ്? ആ കുട്ടീനെ ഇമാജിനറി വേൾഡിലേക്ക് എത്തിച്ചു അല്ലേ? പാവ എന്ന് പറയുന്നൊരു ഇത് ശരിക്കും സംസാരിക്കുകയോ കത്തെഴുതോ ഇല്ല. പക്ഷേ ആ കുട്ടിയുടെ വിഷമത്തെ വായിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു പാവ എഴുതണ പോലെ ഒരു കത്ത് അവിടെ ഇട്ടു. കുറേ കത്തുകൾ എഴുതി. പക്ഷെ അതിലൊന്നും ആ കുട്ടിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് പാവ തിരിച്ചു വരണമെന്ന് ഒരാഗ്രഹമുണ്ട്. പക്ഷേ പിന്നെ കാഫ്കയ്ക്ക് എന്ത് തോന്നി? ഒരു ബുദ്ധി തോന്നി. എന്ത് ചെയ്തു? ആ പാവയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് പറഞ്ഞു കാഫ്ക. ഒരു യാത്രയുടെ ഇടയിൽ പാവേനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാവയുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞു. കല്യാണം കഴിക്കുന്ന ആളെയും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ വിവാഹ നിശ്ചയത്തിൻ്റെ പാവ പറഞ്ഞെന്താ, വിവാഹ നിശ്ചയത്തിൻ്റെ കുറേ ഒരുക്കങ്ങളായതുകൊണ്ടാണ് എനിക്ക് കത്തെഴുതാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. അപ്പോൾ ഈ ഒരുക്കങ്ങൾ കഴിഞ്ഞാൽ ഉടൻ കത്തെഴുതുമെന്നും കുട്ടിയോട് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് കാഫ്കയോട് പറഞ്ഞ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എന്തായി? പെൺകുട്ടിക്ക് വളരെയധികം സന്തോഷമായി. അപ്പോൾ പാവ എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ കഴിയുമെന്ന് അവൾ വിചാരിച്ചു. ഇതാണ് അതിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ കഥ സ്റ്റോറി മനസ്സിലായോ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് എക്സസൈസ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അത് ആൻസർ ചെയ്യാം. വാട്ട് ഡിഡ് കാഫ്ക പ്രോമിസ് ദ ഗേൾ? കാഫ്ക പെൺകുട്ടിയോട് എന്താണ് വാഗ്ദാനം ചെയ്തത്? എന്താണ് അവൾക്ക് പ്രോമിസ് ചെയ്തത്? കാഫ്ക പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മെറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ്
ഫോർ ദ ഡോൾ. അതായത് ഒരുമിച്ച് പിറ്റേ ദിവസം നോക്കാമെന്ന് പറഞ്ഞില്ലേ, ഡോളിനെ കാണാണ്ടായിട്ട് കുട്ടി അവിടെ ഇരുന്ന് അവർ കുറേ തിരഞ്ഞു കണ്ടില്ല, പിറ്റേ ദിവസം ഈവനിങ്ങിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതാണ് കാഫ്ക പ്രോമിസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റത്തെ ആ പാരഗ്രാഫിലുണ്ട് കേട്ടോ. ഇനി അടുത്തത്, വൈ വാസ് ദ ഗേൾ മൂഡി? പെൺകുട്ടി ദുഃഖിതയായി കാണപ്പെട്ടത് എന്തുകൊണ്ടാണ് അവൾ മൂഡിയായിട്ട് കാണപ്പെട്ടത്? ദ ഗേൾ വാസ് മൂഡി ബിക്കോസ് ഷീ ബാഡ്ലി വോണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക്. അതായത് അവളുടെ പാവ തിരിച്ചു വരുന്നില്ല, അതിനുകൊണ്ടാണ് അവൾ എന്തായിട്ടിരുന്നത്, മൂഡിയായിട്ടിരുന്നത്. ദ തേർഡ് ക്വസ്റ്റ്യൻ പറയാം, ദർ വർ നോ ലെറ്റേഴ്സ് ഫോർ സം ഡേയ്സ്. വൈ? കുറച്ച് ദിവസത്തേക്ക് കത്തുകളൊന്നും ഇല്ലായിരുന്നു, എന്തുകൊണ്ടാണ്? കാഫ്ക സ്റ്റോപ്പ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ടു ദ ഗേൾ വിച്ച് വർ മീൻ ടു ബി ഫ്രം ദ ഡോൾ. അതായത് കാഫ്ക കുറച്ച് നേരത്തേക്ക് ലെറ്ററുകളൊന്നും എഴുതിയില്ല. കാരണം എന്താ, അതായത് ഡോള് കുറച്ച് നാളത്തേക്ക് ലെറ്റർ ഒന്നും എഴുതുന്നില്ല എന്നുള്ള രീതിക്ക് അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ലെറ്റർ ഒന്നും എഴുതിയില്ല അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക് ദ എൻഡിങ് ഓഫ് ദി സ്റ്റോറി? സജസ്റ്റ് അനദർ എൻഡിങ്. അതായത് കഥയുടെ അവസാന ഭാഗം എന്തായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നാണ് ചോദിക്കുന്നത്. കഥയ്ക്ക് വേറൊരു എൻഡിങ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. കൊടുക്കാൻ പറ്റുമോ? നമുക്ക് എങ്ങനെ കൊടുക്കാം? അതായത് കുട്ടി എപ്പോഴും സാഡും ലോൺലി ആയിട്ടാണ് അവൾ ഇവിടുന്ന് ലീവ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ അവൾക്ക് പാവ തിരിച്ചു വരികയാണെങ്കിലോ, ആ ഡോൾ തിരിച്ചു വരികയാണെങ്കിൽ അത് അവൾക്ക് വളരെയധികം ഹാപ്പി ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു എൻഡിങ് നമുക്ക് കഥയ്ക്ക് കൊടുക്കാം. ദ സ്റ്റോറി സീംസ് ടു ബി ഇൻകംപ്ലീറ്റ്, ലീവിങ് ദ ഗേൾ ലോൺലി ആൻഡ് സാഡ്. ഇറ്റ് വുഡ് ബി ബെറ്റർ ടു എൻഡ് ദ സ്റ്റോറി ബൈ റീഗെയിനിങ് ദ ഡോൾ. ദ ഗേൾ വുഡ് ബി ഹാപ്പി ആൻഡ് ഡിലൈറ്റഡ്. അതായത് പാവയുടെ തിരിച്ചു വരവ് കുട്ടിയെ ഹാപ്പി ആക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു എൻഡിങ് നമുക്ക് കഥയ്ക്ക് കൊടുക്കാം. ഇനി ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ സ്റ്റോറി വൺസ് അഗെയിൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫോളോയിങ്. ലൊക്കേഷൻ, ക്യാരക്ടർ, തീം. ഇതിൽ ലൊക്കേഷൻ എവിടെയാണ്, ക്യാരക്ടർ ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് ഇതിലുള്ളത്, ഇതിൻ്റെ തീം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലൊക്കേഷൻ എവിടെയാണ്? ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ എ പാർക്ക് ഇൻ ബെർലിൻ, ജർമ്മനി. ജർമ്മനിയിൽ ഉള്ള ബെർലിനിലെ പാർക്കിലാണ് ഈ സ്റ്റോറിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഫ്രാൻസ് കാഫ്ക ഉണ്ട്, പിന്നെ യങ് ഗേൾ ഹൂ വാസ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ ആൻഡ് ഗേൾസ് ഡോൾ. 3 ക്യാരക്ടേഴ്സാണുള്ളത്. ഫ്രാൻസ് കാഫ്ക, യങ് ഗേൾ, അതുപോലെ തന്നെ ആ ഗേളിൻ്റെ ഡോള്. തീം എന്താണ്? ദ സ്റ്റോറി എക്സ്പ്ലോർസ് ദ തീം ഓഫ് ദി ഇമാജിനേഷൻ ആൻഡ് ദ പവർ ഓഫ് ദി സ്റ്റോറി ടെല്ലിംഗ് അല്ലേ. അതിൽ ഇമാജിനേഷനിലേക്ക് എത്തിക്കുന്ന അതിൻ്റെ ഒരു ഇത് തന്നെയാണ് ഇവിടെ സ്റ്റോറിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലേ. ദ സ്റ്റോറി ഓൾസോ ടച്ചസ് ഓൺ ദ തീം ഓഫ് ദി ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫൈൻഡിങ് ദ വേ ടു റിസോൾവ് സിറ്റുവേഷൻ ഇവൻച്വലി. അതായത് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനെ എങ്ങനെ നല്ലൊരു ഇതിൽ അവർക്ക് റിസോൾവ് ചെയ്യാം, സിറ്റുവേഷൻ എങ്ങനെ റിസോൾവ് ചെയ്തിട്ട് കൊണ്ടുവരാമെന്നും സ്റ്റോറിയിൽ പറയുന്നുണ്ട്. സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. Read these sentences taken from the story. It was a Saturday afternoon. Kafka was walking through a park in Berlin. He met a girl who was crying because she had lost her favorite doll. Kafka comforted the little girl who was in great distress. Okay. Here is a small part of their conversation. Can you complete it? അതായത് ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വായിച്ച് നോക്കിയിട്ട് ഈ സെൻറ്റൻസ് നമ്മുടെ സ്റ്റോറിയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാഫ്ക പറയണം, ഓ മൈ ഡിയർ, വൈ ആർ യു ക്രൈയിങ് ലിറ്റിൽ ഗേൾ, മൈ ലിവി മൈ ഡോൾ. കാഫ്ക എന്താ പറയണേ ഇപ്പോൾ? വാട്ട്സ് റോങ് വിത്ത് യുവർ ഡോൾ. അപ്പോൾ ദ ഗേൾ പറയുന്നത്, ഐ ലോസ്റ്റ് ഹെർ, ഐ വാസ് playing with her near the lake and then I couldn't find her anywhere. Kafka, that must be very upsetting. Are you sure you looked everywhere? എല്ലായിടത്തും നോക്കി നീ ഉറപ്പ് വരുത്തിയോ എന്ന് ചോദിക്കുകയാണ് കാഫ്ക. ലിറ്റിൽ ഗേൾ, യെസ് ഐ ലുക്ക്ഡ് എവരിവെയർ. ഐ ഈവൻ ആസ്ക്ഡ് സം അതർ പീപ്പിൾ ഇഫ് ദേ ഹാഡ് സീൻ ഹെർ. അപ്പോൾ വേറെ പീപ്പിളോട് കണ്ടോന്നൊക്കെ ആ കുട്ടി ചോദിച്ചു എന്നാണ് പറയേണ്ടത്. കാഫ്ക എന്താ പറയണേ അപ്പോൾ? ഡിഡ് യു ഹാവ് എ സ്പെഷ്യൽ നെയിം ഫോർ യുവർ ഡോൾ? എന്തെങ്കിലും സ്പെഷ്യൽ നെയിം ഉണ്ടോ? ലിറ്റിൽ ഗേൾ, യെസ് ഹെർ നെയിം ഇസ് ലിവി. അവളുടെ പേരെന്താണ്? ലിവി എന്നാണ്. ഷീസ് മൈ ഫേവറേറ്റ് ഡോൾ ഇൻ ദ വോൾ വേൾഡ്. എനിക്ക് എൻ്റെ ലോകത്തിൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോളാണ് അവൾ എന്ന് പറയണം, ലിവി എന്ന് പറയാണ്. കാഫ്ക എന്താ പറഞ്ഞത്? ദാറ്റ്സ് വെരി സ്പെഷ്യൽ, ലെറ്റ്സ് ഗോ ആൻഡ് ലുക്ക് ഫോർ ഹെർ ടുഗെദർ. നമുക്ക് ഒരുമിച്ച് നോക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ലിറ്റിൽ ഗേൾ, ഓക്കെ വെരി കൈൻഡ് ഓഫ് യു.
ഞാൻ നിങ്ങളെ വളരെയധികം താങ്ക് യു എന്ന് പറയുകയാണ് അവർ. കാഫ്ക എന്താ പറഞ്ഞപ്പോൾ, വെൽ സെർച്ച് എവരിവെയർ അണ്ടിൽ വി ഫൈൻഡ് ഹെർ, ഡോണ്ട് വെറി വി വിൽ ഗെറ്റ് അവർ ലിവി ബാക്ക്. നമുക്ക് സെർച്ച് ചെയ്യാം, എല്ലായിടത്തും നോക്കാം, ഡോണ്ട് വെറി, നീ സമാധാനമായിട്ടിരിക്കുക, ലിവി തിരിച്ചു വരും. ലിറ്റിൽ പറയും താങ്ക് യു സോ മച്ച്. അപ്പോൾ ലിറ്റിൽ പറയാണ് ലിവി തിരിച്ചു വരും. ലിറ്റിൽ പറയും താങ്ക് യു സോ മച്ച് പറയാണ്. അതായത് കാഫ്ക പറയണ ലിവി തിരിച്ചു വരും, നീ പേടിക്കേണ്ട, സമാധാനമായിട്ടിരിക്കൂ എന്ന് പറയുമ്പോൾ ലിവി എന്ത് പറയാണ്, താങ്ക് യു സോ മച്ച്. തേർഡ് ആക്ടിവിറ്റി നോക്കാം. എനാക്ട് ദ റോൾസ് ഓഫ് ദി ലിറ്റിൽ ഗേൾ ആൻഡ് കാഫ്ക യൂസിങ് ദ കോൺവെർസേഷൻ പ്രിപ്പയർ. ഇപ്പോൾ നിങ്ങളൊരു കോൺവെർസേഷൻ ഉണ്ടാക്കില്ലേ, അത് നിങ്ങൾ ആക്ട് ചെയ്തിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലാസ്സിൽ ഇനാക്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4, read these sentences taken from the story. The girl continued to receive letters from the doll. She wrote her about her adventures in detail. The letters delighted the girl. This went on for some time. After reading the letters from the doll, the girl was eager to see her. She waited and waited, but the doll didn't turn up. So she decided to put her thoughts and emotions in her diary. അതായത് അവളുടെ ഡയറിയിൽ അവൾ ലെറ്റേഴ്സ് എഴുതി തുടങ്ങിയല്ലോ, ഡോള് ലെറ്റേഴ്സ് എഴുതി തുടങ്ങി, അവളുടെ അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ എഴുതി തുടങ്ങി. കുറച്ച് നാളെ ഇങ്ങനെ എഴുതി. പക്ഷേ അവൾക്ക് ലെറ്റേഴ്സ് കിട്ടുമ്പോൾ സന്തോഷമാണ്, പക്ഷേ എന്താണ്, കുട്ടിക്ക് വിഷമമാണ് അല്ലേ, ഡോള് തിരിച്ചു വരാത്തതുകൊണ്ടുള്ള വിഷമമാണ്. അപ്പോൾ അവളുടെ ഇമോഷൻസും തോട്ട്സൊക്കെ കൂടിയിട്ട് അവളുടെ ഒരു ഡയറി ആയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഡയറിയുടെ മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കിയിട്ട് എഴുതുക കേട്ടോ. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ഇമാജിനേഷൻ വെച്ചിട്ട് അവളെന്തായിരിക്കും എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചിട്ടുള്ള നിങ്ങളുടെ ഇമാജിനേഷനിൽ നിങ്ങൾ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. ഹിയർ ഈസ് എ ലെറ്റർ റിട്ടൺ ബൈ ദ ഡോൾ ടു ദ ഗേൾ, റീഡ് ഇറ്റ്. ഇമാജിൻ യു ആർ ഇർമ ആൻഡ് റൈറ്റ് ടു റിപ്ലൈ ടു ലെവി. അപ്പോൾ ഡോള് ഗേളിന് എഴുതിയിട്ടുള്ള ലെറ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വായിച്ച് നോക്കിയിട്ട് ഗേള് തിരിച്ച് ഡോളിന് റിപ്ലൈ കൊടുക്കുന്ന ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാതൃക ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും നോക്കിയിട്ട് അതുപോലെ നിങ്ങളും എഴുതുക കേട്ടോ. ഇതുപോലെ അഡ്രസ്സും ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതുക. ഡിയർ ലെവി എന്ന് പറഞ്ഞിട്ട് ലെറ്റർ തുടങ്ങുക. എന്നിട്ട് അതിൽ കാര്യങ്ങൾ അവളുടെ ഇമോഷൻസും അതുപോലെ തന്നെ അവളുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ എഴുതുക. അത് കഴിഞ്ഞിട്ടായിട്ട് അവസാനം വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ഇർമ എന്ന് പറഞ്ഞിട്ട് അത് എഴുതുക. ഓക്കെ. വാട്ട് ഇഫ് ഇർമ were living in our times? Close your book and listen to your teacher. അതായത് ഇത് വായിച്ച് നോക്കാം. ഇവിടെ ഒരു നമ്മുടെ സമയത്താണ് ഇർമ ജീവിച്ചിരുന്ന സമയം നമ്മുടെ സമയത്താണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് അതിലത്തെ സെൻറ്റൻസിൽ നിന്ന് ഇറ്റാലിക്സിൽ എഴുതിയിട്ടുള്ള വാക്കുകളിലെ സെൻറ്റൻസ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇറ്റാലിക്സിലും ബോൾഡിലും എഴുതിയിട്ടുള്ള കുറച്ച് ലെറ്റേഴ്സ് ഇവിടെ കാണാം. വുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇറ്റാലിക്സിൽ എഴുതി, ഷുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇറ്റാലിക്സിൽ എഴുതിയിട്ടുള്ള വാക്കുകൾ കാണാം. അപ്പോൾ അതിൻ്റെ സെൻറ്റൻസസ് അവിടെ എടുത്തെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എടുത്തെഴുതുക കേട്ടോ. ഇവിടെ ടീച്ചർ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കിയിട്ട് എടുത്തെഴുതുക. 5ാമത്തെ ആക്ടിവിറ്റിയിൽ തന്നെ ബി സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ സെൻറ്റൻസസ് ഫ്രം ദ എബോവ്. അതിൽ നിന്ന് ഇത് ഫില്ല് ഇത് ഡാഷ് ചെയ്തിട്ടുള്ള, അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് മുകളിലെ സെൻറ്റൻസുകൾ വെച്ചിട്ട്, അതായത് നമ്മളിപ്പോൾ കുറച്ച് സെൻറ്റൻസുകൾ എഴുതിയിട്ടില്ലേ ബോൾഡ്ലി ഇറ്റാലിക്സ് കൊടുത്തിട്ടുള്ളത്, ആ സെൻറ്റൻസുകൾ സ്യൂട്ടബിൾ എവിടെയാണ് കൊടുക്കുന്നത് വെച്ചാൽ ഷുഡിൻ്റെ അവിടെയാണെങ്കിൽ ഷുഡ് കൊടുത്തിട്ടുള്ള അതിൻ്റെ എക്സാമ്പിളുകൾ അവിടെ എഴുതുക. വുഡാണെങ്കിൽ വുഡിൻ്റെ എഴുതുക. അതുപോലെ കുഡാണെങ്കിൽ കുഡിൻ്റെ എക്സാമ്പിൾ എഴുതാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ആക്ടിവിറ്റി. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. നോട്ടീസ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. അതായത് ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സ്റ്റോറിയിലുള്ള സെൻറ്റൻസസ് ആണ്. നോട്ടീസ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സ് എഴുതിയിട്ടുള്ള വേർഡ്സ് നോട്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹി met a girl who was crying because she lost her favorite doll. Kafka had prepared a letter which was meant to be from the doll. സോ ഇതിൽ നിന്ന് ഒരു കുറച്ച് സെൻറ്റൻസ് നമ്മൾ വായിച്ചില്ലേ. ഇപ്പം ഇനി ഒരു പോയം കൊടുത്തിട്ടുണ്ട്.
ദേ കെപ് ദ സ്ട്രീറ്റ്സ് സോ ക്ലീൻ ആൻഡ് നൈസ് എന്ന് പറഞ്ഞിട്ടൊരു പോയം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് ഇതിൽ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ള അത് വെച്ചിട്ട് ഇറ്റാലിക്സിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ദാറ്റ്, വിച്ച്, ഹൂ ഈ 3 വേർഡ്സ് വെച്ചിട്ട് നമ്മളോട് ദിയ മിലൻ തമ്മിലുള്ള കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കോൺവെർസേഷൻ വായിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഫില്ല് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് യൂണിറ്റിൽ വരുന്ന അടുത്തത് പോയാണ്. ഫോറിൻ ലാൻഡ്സ് എന്ന് പറയും, അതായത് വിദൂര സ്ഥലങ്ങൾ. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസിൻ്റെ ഒരു പോയാണ്, ഒരു കവിതയാണ്. നമുക്കത് നോക്കാം. അതായത് ഈ കവിതയിൽ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ഭാവനാത്മകവും വിചിത്രവുമായൊരു യാത്രയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ കുട്ടി ചുറ്റും എന്താണെന്ന് ഒരു ഒരു ചെറിയ മരത്തിൽ കയറുന്നു. കൂടുതൽ കാണാൻ കുട്ടി കൂടുതൽ ഉയരത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നു. ഒരു നദി കടലിലേക്ക് ഒഴുകുന്നതായിട്ട് അവൾ സങ്കല്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ കുറേ കളിപ്പാട്ടങ്ങളൊക്കെയുള്ള ഫെയറി ലാൻഡ്സ് എന്ന സ്ഥലത്തേക്ക് കുറേ കുട്ടികൾ പോകുന്നതും ആ കുട്ടികളെ ഈ റോഡിലൂടെ ഒരു പാതയിലൂടെ അതിലേക്ക് നയിക്കുന്നതും ഒക്കെ ആയിട്ട് അവൾ സങ്കല്പിക്കുന്ന, അവൾ ഭാവനയിൽ അവൾ വളർത്തിയെടുക്കുന്ന, ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു കവിതയിലൂടെ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസ് പറയുന്നത്. അപ്പം നമുക്ക് ആ കവിത ഒന്ന് വായിച്ച് നോക്കാം. Foreign lands. Up into the cherry tree, who should climb but little me? I held the trunk with both my hands and looked abroad on foreign lands. I saw the next door garden lie, adorned with flowers before my eye, and many pleasant places more that I had never seen before. I saw the dimpling river pass and be the sky's blue looking glass, the dusty roads go up and down with people tramping into town. If I could find a higher tree, farther and farther I should see, to where the grown up river slips into the sea among the ships, to where the road on either hand lead onward into fairyland, where all the children dine at 5 and all the playthings come alive. ഈ കവിതയുടെ ആശയം നമുക്കൊന്ന് ആദ്യം ഒന്ന് പറയാം. അതായത് ഒരു കുട്ടി ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കവിതയിൽ വിവരിക്കുന്നത്. വലിയ ആൾക്കാർക്കത് സാധാരണയായിട്ട് തോന്നിയേക്കാം, പക്ഷേ ആ കുട്ടി എന്ത് ചെയ്യണം, വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ഇതിനെ കാണുന്നത്. ആ കുട്ടി എന്ത് ചെയ്യുന്നു, വീണ്ടും ആ കുട്ടി ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ 2 കൈകൾ കൊണ്ടും കുട്ടി മരത്തിൽ ചുറ്റിപ്പിടിച്ച് മുകളിലേക്ക് കയറുന്നു. തൻ്റെ വീടിൻ്റെ ചുറ്റുപാടുകൾ വീക്ഷിക്കുന്നു. തൻ്റെ അയൽപ്പക്കത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറേയധികം നല്ല സ്ഥലങ്ങളും താഴേക്ക് ഒഴുകുന്ന നദിയും കാണുന്നുണ്ട്. നദീജലത്തിൽ നീലാകാശത്തിൻ്റെ പ്രതിഫലനം കാണുന്നുണ്ട്. അപ്പോൾ നീലയായിട്ട് കുട്ടിക്ക് നദീജലമൊക്കെ കാണുകയാണ്. സമാന്തരമായി പൊടി നിറഞ്ഞൊരു റോഡ് കാണുന്നുണ്ട്. ആളുകൾ പട്ടണത്തിലേക്ക് നടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അകലെയുള്ള സ്ഥലങ്ങൾ കാണുന്നതായി കുറേ കൂടി ഉയരമുള്ള ഒരു മരം കണ്ടെത്തുവാൻ ആ കുട്ടി ആഗ്രഹിക്കുന്നത്. അകലെയുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉയരമുള്ളൊരു മരം കണ്ടെത്താൻ ആ കുട്ടി ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ കടലിൽ കപ്പലുകൾക്കിടയിൽ നദി ചെന്ന് പതിക്കുന്ന സ്ഥലം കാണുവാനും ആ കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്. റോഡൊരു മായാലോകത്തേക്ക് എത്തുന്നതായി സങ്കല്പിക്കുകയാണ് കുട്ടി. ഇമാജിനേഷനാണ് അവിടെ കുട്ടികൾ എന്ത് ചെയ്യാണ്, ഭക്ഷണം കഴിക്കുകയും കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ആ കുട്ടി കളിക്കുകയാണ്. ഒരു ഫെയറി ലാൻഡ് പോലെ കുട്ടികളൊക്കെ കളിക്കുന്നതായിട്ട് ആ കുട്ടി സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആ കവിതയുടെ ആശയം. നമുക്ക് ഓരോ സ്റ്റാൻസയായിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. ഫസ്റ്റ് സ്റ്റാൻസ വായിക്കാം. അപ്പ് ഇൻ ടു ദ ചെറി ട്രീ ഹൂ ഷുഡ് ക്ലൈംബ് ബട്ട് ലിറ്റിൽ മീ ഐ ഹെൽഡ് ദ ട്രങ്ക് with both my hands and looked abroad on foreign lands. അതായത് ഇതിൽ ആ കവിതയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി മരത്തിലേക്ക് കുട്ടിയുടെ കൈയൊക്കെ പിടിച്ച് കയറുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ കുട്ടിക്ക് ലോകത്തെ കാണാൻ വേണ്ടിയിട്ട്, ആ കുട്ടിക്ക് ആ വിശാലമായ ലോകം കാണാൻ വേണ്ടിയിട്ട് ആ കുട്ടി കൈയൊക്കെ എത്തിപ്പിടിച്ചിട്ട് കയറുകയാണ്.
അല്ലേ? ആ വിദൂര സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, പരന്ന് കിടക്കുന്ന ആ വിദൂര സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ കുട്ടി എവിടെ കയറുകയാണ്? ചെറിയ ട്രീയുടെ മുകളിലേക്ക് വലിഞ്ഞ് കയറുകയാണ്. അതാണ് ഫസ്റ്റ് ആൻസറിൽ പറയുന്നത്. ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ adorned with flowers before my eye and many pleasant places more that I had never seen before. ഈ വരികളിൽ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറിയ മരത്തിലിരുന്നു കൊണ്ട് ആ കുട്ടി എന്ത് ചെയ്യണം? തൊട്ടടുത്ത് പൂന്തോട്ടവും അവിടെ കണ്ടിട്ടില്ലാത്ത മനോഹരമായ സ്ഥലങ്ങളൊക്കെ ആ കുട്ടി കാണുകയാണ്. അതൊക്കെ ആ കുട്ടീനെ എന്ത് ചെയ്യാണ്? പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും വിസ്മയിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കുട്ടീനെ. I saw the dimpling river pass and the sky's blue looking glass. The dusty roads go up and down with people tramping into town. അതായത് ഇതിലെന്താ പറയുന്നത്? അതായത് ആ കുട്ടി കാണുകയാണ് എന്ത്? നദികളിലൂടെ നദി താഴേക്ക് ഒഴുകുന്നതായിട്ട് കാണുകയാണ്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, പൊടി നിറഞ്ഞൊരു വഴി കാണുകയാണ്. അതുപോലെ തന്നെ റോഡിലൂടെ കുറേ അധികം ആൾക്കാരുടെ ജോലിക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ നദിയിൽ എന്ത് കാണുകയാണ്? ആകാശത്തിൻ്റെ പ്രതിഫലനം ആ നദിയിൽ കാണുകയാണ്. സോ ഒരു കണ്ണാടി പോലെയായിട്ടാണ് ആ കുട്ടി അതിനെ സങ്കല്പിക്കുന്നത്. അതായത് പ്രകൃതിയുടെ മനോഹാരിത പ്രദർശിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയായിട്ടാണ് ആകാശത്തെ ആ കുട്ടി താരതമ്യം ചെയ്യുന്നത്. If I could find a higher tree, farther and farther I should see, to where the grown-up river slips into the sea among the ships. അതായത് നെക്സ്റ്റ് ആൻസർ എന്താ പറയുന്നത്? ആ കുട്ടിക്ക് കുറച്ചും കൂടി വലിയ മരത്തിൽ കയറാൻ വേണ്ടിയിട്ട് ആ കുട്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ലോകത്തെ കുറച്ചും കൂടി അകലെയുള്ള സ്ഥലങ്ങൾ കാണാനും അതുപോലെ തന്നെ കുറേ അധികം അതായത് കടലുകൾ കാണാനും, കടലിലെ കപ്പലുകൾക്കിടയിൽ നദി ചെന്ന് പതിക്കുന്ന ആ സ്ഥലം കാണാനൊക്കെ ആയിട്ട് ആ കുട്ടി ആഗ്രഹിക്കുകയാണ്. അതാണ് ആ സ്റ്റാൻസിൽ പറയുന്നത്. To where the road on either hand lead onward into fairyland, where all the children dine at 5 and all the playthings come alive. ഇനി ആ കുട്ടി ഭാവനയിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇവിടെ പോകുന്ന ആ റോഡ് ചെന്ന് അവസാനിക്കുന്ന സ്ഥലം ഒരു ഫെയറി ലാൻഡാണ്. അത് കുട്ടികളുടെ കളിപ്പാട്ടൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണെന്നാണ് ആ കുട്ടി സങ്കല്പിക്കുന്നത്. അപ്പോൾ അത് ആ ഫെയറി ലാൻഡിൽ കുട്ടികൾ 5 മണിക്ക് വന്ന് ഭക്ഷണം കഴിക്കുന്നു, കുട്ടികൾ കളിക്കുന്നു. ഇതൊക്കെയാണ് ആ കുട്ടി കുറേയധികം ഭാവനയിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും അവസാനത്തെ സ്റ്റാൻസിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ അവിടെ കളിക്കുന്ന കളി ഉപകരണങ്ങളുണ്ടല്ലോ, പ്ലേ തിങ്സൊക്കെ ലൈവ്, അതായത് അത് ലൈവ് ആവുകയാണ്. അതായത് അത് ജീവിക്കുന്ന പാവയായിട്ട് മാറുകയാണ്, ജീവിക്കുന്ന കളി ഉപകരണങ്ങളായിട്ട് മാറുകയാണ്. അതായത് എല്ലാത്തിനും ജീവനുള്ളതുപോലെ ആവുകയാണ്, കളിപ്പാട്ടങ്ങൾക്കൊക്കെ ജീവനുള്ളതുപോലെ ആവുകയാണ്. ഇപ്പോൾ at 5 കുട്ടികൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് ഏതൊക്കെയാ തിങ്സൊക്കെ, അതായത് ആ പ്ലേ തിങ്സൊക്കെ എന്ത് ചെയ്യണം? ആ കളി ഉപകരണങ്ങളൊക്കെ ജീവനുള്ളതായിട്ട് മാറുകയാണ്. റോബർട്ട് ലൂയി സ്റ്റീവൻസൻ്റെ വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു പോയാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ എല്ലാവർക്കും പോയ ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നമുക്കതിലത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ലുക്കിംഗ് അബ്രോഡ് ദ ഫോറിൻ ലാൻഡ്സ്? അതായത് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ബൈ ലുക്ക്ഡ് abroad on foreign lands, the poet means that the child was gazing out at distant places and sights that were unfamiliar to her, effectively exploring the world beyond her immediate surroundings. Second question, how was the child able to see places never seen before? അതായത് താൻ മുൻപ് കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ കുട്ടിക്ക് കാണാൻ സാധിച്ചത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. ദ ചൈൽഡ് വാസ് ഏബിൾ ടു സീ പ്ലേസസ് നെവർ സീൻ ബിഫോർ ബിക്കോസ് ഷീ വാസ് ക്ലൈംബിങ് എ ചെറിയ ട്രീ ആൻഡ് ലുക്കിംഗ് ഔട്ട് ഫ്രം ഇറ്റ്സ് ബ്രാഞ്ചസ് വിച്ച് അലൗഡ് ഹെർ ടു സീ ഫാർദർ ദാൻ യൂഷ്വൽ. അപ്പോൾ ആ കുട്ടിക്ക് കാണാൻ പറ്റിയത് എങ്ങനെയാണ്? ചെറിയ ട്രീയിൽ കയറിയത് കൊണ്ടാണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ചൈൽഡ് സീ ഫ്രം ദ ട്രീ? മരത്തിൽ നിന്നുകൊണ്ട് ആ കുട്ടി എന്താണ് കണ്ടത്? ഫ്രം ദ ട്രീ ദ ചൈൽഡ് സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ, അതർ പ്ലസൻറ്റ് പ്ലേസസ്, ദ റിവർ, ദ ഡസ്റ്റി റോഡ്സ് ആൻഡ് ദ പീപ്പിൾ ഗോയിങ് ടു ടൗൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയിറ്റ് സേ ദാറ്റ് ദ റിവർ ഈസ് ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്? അതായത് നദി ആകാശത്തിൻ്റെ നീല കണ്ണാടിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്?
നദി ആകാശത്തിൻ്റെ നീലക്കണ്ണാടിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ദ പോയിറ്റ് സേസ് ദാറ്റ് ദ റിവർ ഈസ് സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് ബിക്കോസ് ഇറ്റ് റിഫ്ലെക്ട്സ് ദ സ്കൈസ് ബ്ലൂ കളർ ക്രിയേറ്റിംഗ് എ മിറേർഡ് എഫക്റ്റ്. അതായത് സ്കൈയിലത്തെ ആകാശത്തിൻ്റെ ബ്ലൂ കളർ എവിടേക്ക് വരികയാണ്? നദിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു മിറർ ഇഫക്റ്റ് ആണ് അവിടെ കാണിക്കുന്നത്. സോ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നദി ആകാശത്തിൻ്റെ നീലക്കണ്ണാടിയാണെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയിറ്റ് മീൻ ബൈ ഗ്രോൺ അപ്പ് റിവർ? അതായത് വളർന്ന പ്രായപൂർത്തിയായ നദി എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് എന്താണ്? ബൈ ഗ്രോൺ അപ്പ് റിവർ ദ പോയിറ്റ് മീൻസ് എ റിവർ ദാറ്റ് ഹാസ് മെച്ചുവർഡ് ഓർ ഡെവലപ്ഡ് ഇൻ ടു എ ലാർജർ മോർ സിഗ്നിഫിക്കൻറ്റ് ബോഡി ഓഫ് വാട്ടർ. അതായത് വളർന്ന നദി എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് പക്വത പ്രാപിച്ച അല്ലെങ്കിൽ വികസിച്ച ഒരു വലിയ അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യമുള്ള ജലാശയമായി മാറിയ ഒരു നദി എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വുഡ് ദ ചൈൽഡ് ബി ഏബിൾ ടു സീ ദ സീ ആൻഡ് ഷിപ്സ്? കടലിനെയും കപ്പലുകളെയൊക്കെ കാണാൻ കുട്ടിക്ക് എങ്ങനെയാണ് സാധിച്ചത്? ദ ചൈൽഡ് വുഡ് ഏബിൾ ടു സീ ദ സീ ആൻഡ് ദ ഷിപ്സ് ബൈ ക്ലൈംബിങ് എ ഹയർ ട്രീ. ദസ് ഷീ വുഡ് ബി ഏബിൾ ടു സീ മെനി തിങ്സ് ഫാർദർ ആൻഡ് ഫാർദർ എവേ ഫ്രം ഹെർ. അതായത് കുറച്ചും കൂടി ഉയരത്തിലുള്ള മരത്തിലേക്ക് കയറുമ്പോഴല്ലേ ആ കുട്ടിക്ക് കുറച്ചും കൂടി കടലിനെയും അതുപോലെ തന്നെ ഷിപ്പുകളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് ഇൻ ഫെയറി ലാൻഡ്? മായലോകത്ത് എന്ത് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് കുട്ടി പ്രതീക്ഷിക്കുന്നത്? ഇൻ എ ഫെയറി ലാൻഡ് ദ ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് എ ഫാന്റാസ്റ്റിക്കൽ വേൾഡ്. അതായത് ഒരു ഫാൻറ്റസി വേൾഡ് അല്ലേ? ദ ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് എ ഫാൻറ്റസി വേൾഡ് വെർ ഓൾ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5 ആൻഡ് പ്ലേ തിങ്സ് കം അലൈവ്. ഷീ ഈസ് ഇൻ വേൾഡ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് മാജിക്. അതായത് ആ ഫെയറി ലൈനിൽ ആ കുട്ടികളൊക്കെ 5 മണിക്ക് ഭക്ഷണം കഴിക്കുന്നതും കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കുന്നതും അതൊക്കെയാണ് ആ ഫാൻറ്റസി വേൾഡിൽ അല്ലെങ്കിൽ ആ ഫെയറി ലൈനിൽ ആ കുട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതായത് ആ കുട്ടിയുടെ ഭാവനയും ആ കുട്ടിയുടെ ചിന്തകളെയൊക്കെ വളർത്തിയിട്ട് ആ കുട്ടി ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഡു പ്ലേ തിങ്സ് കം അലൈവ്? അതായത് കളിപ്പാട്ടങ്ങൾ എപ്പോഴാണ് ജീവൻ പ്രാപിക്കുന്നത്? ദ പോയ് സേസ് ദാറ്റ് പ്ലേ തിങ്സ് കം അലൈവ് ഇൻ ഫെയറി ലാൻഡ് അറ്റ് 5. അതായത് ഫെയറി ലാൻഡിൽ 5 മണിക്കാണ് കളിപ്പാട്ടങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? പ്ലേയിലേക്ക് വരുന്നത്, അതായത് കളികളിലേക്ക് വരുന്നത് എപ്പോഴാണ്? 5 മണിക്കാണ് അല്ലേ? ആ ലൈവിലേക്ക് വരുന്നത് പ്ലേ തിങ്സ് ഒക്കെ എന്തിലേക്ക്? ആ ലൈവിലേക്ക് വരുന്നത് ആ കളിപ്പാട്ടങ്ങളൊക്കെ ജീവനുള്ളതായി മാറുന്നത് എപ്പോഴാണ്? 5 മണിക്കാണ് അല്ലേ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ദ ചൈൽഡ് എൻജോയ്സ് ദ സൈറ്റ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ദി ട്രീ. ഗിവ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ദ ചൈൽഡ് സീസ്. അതായത് ആക്ടിവിറ്റി 1 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുട്ടി മരത്തിൻ്റെ മുകളിൽ നിന്ന് കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി എന്താണ് കാണുന്നത് എന്നതിൻ്റെ ഒരു വിവരണം അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടി കാണുന്ന കാഴ്ചകളെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, മാതൃക കൊടുത്തിട്ടുണ്ട്, ഒരു മോഡൽ. അപ്പോൾ അത് നോക്കിയിട്ട് അതുപോലെ നിങ്ങളും എഴുതുക കേട്ടോ. ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ വരുന്ന ബി സെക്ഷനാണ്. ഹാവ് യു എവർ tried to look out into the street from the tree or top of a building? If you have, what did you see? If you haven't, what do you expect to see? അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും മരത്തിൽ നിന്നോ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ തെരുവിലേക്ക് പുറത്തേക്ക് നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? മുകളിൽ നിന്ന് താഴേക്ക് നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ കണ്ടത്? ഇല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കാണാൻ പ്രതീക്ഷിക്കുന്നത്? എന്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? അതായത് നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാതൃക ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പെക്റ്റേഷനിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അതെഴുതുക. അപ്പോഴാണ് നമ്മുടെ ഇമാജിനേഷൻ വളരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും അതുപോലെ എഴുതുക. സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. അതായത് ആ പോയത്തിൽ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പ് ഇൻ ടു ദ ചെറി ട്രീ ഫസ്റ്റ് സ്റ്റാൻസയാണ് അത് കൊടുത്തിട്ടുണ്ട്. അതിൽ ദ വേർഡ്സ് ട്രീ ആൻഡ് മീ എൻഡ് ദ സെയിം സൗണ്ട്, ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന 2 വാക്കുകളാണ് ഇത്, ട്രീയും മീയും. സിമിലർലി ഹാൻഡ്സ് ആൻഡ് ലാൻഡ്സ്, അതിൽ വരുന്ന ആ പോയത്തിൻ്റെ ഈ സ്റ്റാൻസിൽ വരുന്ന 2 വേറെ ഒരു വാക്കുകളാണ് ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന ഏതാണ്? വേർഡ്സാണ് ഹാൻഡ്സ് ആൻഡ് ലാൻഡ്സ്.
സോ ഇതുപോലെ സെയിം സൗണ്ടിൽ അവസാനിക്കുന്ന വേർഡ്സിനെ പറയുന്ന പേരാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ. റൈമിംഗ് വേർഡ്സ്. റൈം മീൻസ് ദ റിപ്പിറ്റേഷൻ ഓഫ് ദി സെയിം സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഡിഫറെൻറ്റ് ലൈൻസ് ഇൻ എ പോയം. അതായത് ആ പോയത്തിൻ്റെ എൻഡിൽ വരുന്ന സെയിം സൗണ്ടുള്ള ഇതിനെ പറയുന്ന പേരാണ് എന്ത്? റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അതായത് ആ കവിതയിലെ അല്ലെങ്കിൽ ആ പോയത്തിലെ വ്യത്യസ്ത വരികളിലെ അവസാനത്തെ ശബ്ദം എങ്ങനെയാണ് സെയിം ആവർത്തിച്ച് വരുന്ന, റിപ്പീറ്റ് ചെയ്ത് വരുന്ന സെയിം സൗണ്ടിനെയാണ് എന്ന് പറയുന്നത് റൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൈമിംഗ് വേർഡ് എന്ന് പറയുന്നത്. കണ്ടില്ലേ? അതായത് ഫസ്റ്റ് അതിൽ കൊടുത്തിട്ടുള്ള എന്താണ്? ഹാൻഡ്സ് ആൻഡ് ലാൻഡ്സ്. ആ രണ്ട് ലൈൻസിൽ പറഞ്ഞാൽ ഹാൻഡ്സ് ആൻഡ് ലാൻഡ്സ്. അതുപോലെ ട്രീ മീ. അതായത് ആ രണ്ട് ലൈൻ, ആദ്യത്തെ രണ്ട് ലൈൻ എടുക്കുമ്പോൾ അതിലേറ്റ് അവസാനത്തെ രണ്ട് വേർഡ്സ് ഏതൊക്കെയാണ്? മീയും ഉണ്ട്, ട്രീ ഉണ്ട്. സോ സൗണ്ടൊക്കെ സെയിം അല്ലേ? ട്രീ മീ, ഹാൻഡ്സ്, ലാൻഡ്സ്. സോ ആ പോയത്തിൽ വരുന്ന ബാക്കിയുള്ള റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റൈമിംഗ് വേർഡ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ലൈ, ഐ, മോർ, ബിഫോർ, പാസ്, ഗ്ലാസ്, ഡൗൺ, ടൗൺ, ട്രീ, സീ, സ്ലിപ്പ്, ഷിപ്സ്, ഹാൻഡ്, ലാൻഡ്, ഫൈവ്, അലൈവ്. സോ ഇതൊക്കെയാണ് അതിൻ്റെ റൈമിംഗ് വേർഡ്സ്. അതായത് ഒരേ സൗണ്ടിൽ, സെയിം സൗണ്ടിൽ വരുന്ന വേർഡ്സ്. സോ അത് പോയത്തിൽ ഡിഫറെൻറ്റ് ലൈൻസിലുള്ള പോയത്തിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന സെയിം സൗണ്ടിനായിരിക്കും, അങ്ങനെ സെയിം സൗണ്ടാണ് റൈമിംഗ് വേർഡായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റാൻസ് വായിച്ചില്ലേ? അപ്പ് ഇൻ ടു ദ ചെറി ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാൻസ് വായിച്ചില്ലേ? ആ സ്റ്റാൻസ് ഒന്നും കൂടി നോക്കിക്കുക. അപ്പോൾ അതിൽ വരുമ്പോൾ ആ സ്റ്റാൻസയിൽ ആദ്യത്തെ രണ്ട് വരികളിലെ റൈമിംഗ് വേർഡ് സെയിം ആണ്, ട്രീ ആൻഡ് മീ. സോ അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ് വരുന്ന? ഒരേ സൗണ്ടാണ്. സോ എ എന്ന് പറഞ്ഞു കൊടുക്കാം. അതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത്, അതിൻ്റെ റൈം പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. അതായത് ഒരേ സൗണ്ട് അല്ലേ വരുന്നത്. പിന്നത്തിൽ വരുമ്പോൾ ഹാൻഡ്സ് ആൻഡ് ലാൻഡ്സ് സൗണ്ട് മാറിയില്ലേ? അപ്പോൾ സോ അതിൻ്റെ റൈം പാറ്റേൺ എന്ന് പറയുമ്പോൾ ബി. സോ എ ആണ് ആ ഒരു സ്റ്റാൻസയുടെ റൈം പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഇനി ഒരു റൈമും കൂടി, ഒരു പോയം കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻസ് കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ റൈം പാറ്റേൺ ഓഫ് റൈം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എങ്ങനെയായിരിക്കും വരിക? ഐ സോ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ അഡോൺ വിത്ത് ഫ്ലവേഴ്സ് ബിഫോർ മൈ ഐ. സോ ലൈ, ഐ ഒരേ പാറ്റേൺ. സോ എ. ദെൻ മോർ, ബിഫോർ, അത് വേറൊരു പാറ്റേൺ, സൗണ്ട് മാറി. അപ്പോൾ അത് ബി. സോ എ ബി ആണ് ആ സ്റ്റാൻസയുടെ റൈം സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ ബാക്കിയുള്ള ആ പോയത്തിൽ ബാക്കിയുള്ള റൈം സ്കീം, ഓരോ സ്റ്റാൻസ് എടുത്തിട്ട് അതിൻ്റെ റൈം സ്കീം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എഴുതുക കേട്ടോ. ടെക്സ്റ്റിലെ ആക്ടിവിറ്റി എഴുതാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ ഒരു സ്റ്റാൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ എന്ന് പറഞ്ഞിട്ടുള്ള മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ അതിൻ്റെ മാത്രം ഇപ്പോൾ ഇതിൽ ടെക്സ്റ്റ് എഴുതിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സ്റ്റാൻസ് എടുത്തിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോയങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാൻസ് എടുത്തിട്ട് റൈം സ്കീം എഴുതാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇവിടെ ആക്ടിവിറ്റി നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻ ഫ്രം ദ പോയം. അതായത് ആ പോയത്തിലൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലുക്ക്ഡ് എബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ദ സെയിം വവൽ സൗണ്ട് ഈസ് റിപ്പീറ്റഡ് ഇൻ ദ വേർഡ്സ്. അതായത് ആ രണ്ട് വേർഡ്സ് എബ്രോഡ് ആൻഡ് ഫോറിൻ, അതിൽ ഒരേ വവൽ സൗണ്ടാണ് അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിനെയാണ് അസൊണൻസ് എന്ന് പറയുന്നത്. റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ് ഇൻ എ ലൈൻ ഈസ് കോൾഡ് അസൊണൻസ്. അതായത് വവൽ സൗണ്ടിൻ്റെ ആവർത്തനത്തെ ഒരു ലൈനിലുള്ള വവൽ സൗണ്ടിൻ്റെ ആവർത്തനത്തെ അല്ലെങ്കിൽ റിപ്പീറ്റേഷനെയാണ് അസൊണൻസ് എന്ന് പറയുന്നത്. അതിനെ എന്ത് പറയും? വവൽ റൈം എന്നും പറയും. അസൊണൻസിൻ്റെ പറയുന്ന മറ്റൊരു പേരാണ് വവൽ റൈം എന്നും പറയും. സോ ആ പോയത്തിൽ നിന്നുള്ള ബാക്കിയുള്ള അസൊണൻസുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡിംപ്ലിംഗ് റിവർ, അതിൽ ഐ ആണ് റിപ്പീറ്റഡ്, ഐ സൗണ്ടാണ് വരുന്നത്. ഫൈൻഡ് ഹയ്യർ, അത് ഐ സൗണ്ടാണ് വരുന്നത്, ഐ സൗണ്ട്. അടുത്തത് ഐയും ഹയ്യും, അവിടെ ഏതാണ് വരുന്നത്? ഐ സൗണ്ടാണ് വരുന്നത്. പിന്നെ വരുന്നത് ഡൈൻ ഫൈവും, അവിടെ ഏതാണ് വരുന്നത്? ഐ സൗണ്ടാണ് വരുന്നത്. റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഐ സൗണ്ടാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ്. ഇവിടെ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് ആൻഡ് മെനി പ്ലസൻറ്റ് പ്ലേസസ് മോർ ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. ദ വേർഡ് പ്ലസൻറ്റ് ആൻഡ് പ്ലേസസ് ആർ അലിറ്ററേറ്റ്. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഓഫ് അലിറ്ററേഷൻ ഫ്രം ദ ഫോളോയിങ് സ്റ്റാൻസ്. അതായത് നമ്മൾ മുന്നത്തെ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അലിറ്ററേഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് റിപ്പിറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കൺസണന്റ് സൗണ്ട്സിനെയാണ് എന്ത് പറയുന്നത്? ഒരേ ലൈനിലുള്ള റിപ്പിറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കൺസണന്റ് സൗണ്ട്സിനെയാണ് എന്ത് പറയുന്നത്?
അലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള അലിട്രേഷൻസ് ഏതാണ്? നമ്മൾ ഇപ്പോൾ പഠിച്ചതിൽ അലിട്രേഷൻ എന്ന് ഇപ്പോൾ വായിച്ചതിൽ നമ്മൾ വായിച്ചില്ലേ, അലിട്രേഷൻ എന്ന് പ്ലസൻറ്റ് പ്ലേസസ്, പ്ലേസസ് പ്ലസൻറ്റ്. സോ അതാണ് അതിൻ്റെ അലിട്രേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഡസ്റ്റി ഡൗൺ, അതിൽ വരുന്നതാണ് ഡസ്റ്റി ഡൗൺ. ട്രാംപ്ലിംഗ് ടൗൺ, ഫാർദർ. സോ എഫ് സൗണ്ട്, ടി സൗണ്ട്, ഡി സൗണ്ട്, അതൊക്കെയാണ് അതിൻ്റെ അലിട്രേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അലിറ്ററേഷൻ പഠിച്ചു, അസൊണൻസ് പഠിച്ചു. ഓക്കെ, അതൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ് കേട്ടോ, കാരണം ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഹെലൻ കെല്ലറുടെ ഒരു ആത്മകഥയിൽ നിന്നുള്ള എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്, ഒരു ഉദ്ധരണിയാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത്. ഓക്കെ, കുട്ടിക്കാലത്തെ ഹെലൻ കെല്ലറുടെ അനുഭവങ്ങൾ, പിന്നെ അവൾക്ക് ആദ്യകാലങ്ങളിൽ അവൾക്കുണ്ടായിരുന്ന ഹൈ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അവളുടെ സ്വഭാവം, അതുപോലെ തന്നെ അവൾക്ക് പിന്നീടുണ്ടായ അസുഖം, അതൊക്കെ അവൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് അവൾ ഓർക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതോടുകൂടിയിട്ട് അവളുടെ കണ്ണും കാതും എന്നേക്കുമായി അടച്ചു. അപ്പോൾ അതുപോലത്തെ ഒരു അധ്യായമാണ്, അവളുടെ ഒരു ഓട്ടോബയോഗ്രാഫി, അവളുടെ ഒരു ആത്മകഥയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെലൻ കെല്ലറുടെ സ്റ്റോറി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് എമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിൻ്റെ ഫോട്ടോസും അവരുടെ കാര്യങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ആദ്യമൊക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ടുള്ളത് സ്റ്റീഫൻ വില്യം ഹോക്കിങ്സ്, അരുണിമ സിൻഹ, രവീന്ദ്ര ജെയിൻ. ഇവർക്ക് ആരാണ്? സ്റ്റീഫൻ ഹോക്കിംഗ് ആരാണ്? ബ്രിട്ടീഷ് ഫിസിസ്റ്റാണ് അല്ലേ, കോസ്മോളജിസ്റ്റ് ആൻഡ് ഓത്തർ അല്ലേ. അരുണിമ സിൻഹ ആരാണ്? ദ ഫസ്റ്റ് ഫീമെയിൽ അംപ്യൂട്ട് ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ് അല്ലേ. നെക്സ്റ്റ് രവീന്ദ്ര ജെയിൻ ആരാണ്? ഇന്ത്യൻ മ്യൂസിക് കമ്പോസർ, ലിറിസിസ്റ്റ് ആൻഡ് പ്ലേ ബാക്ക് സിംഗർ. സോ ഇതൊക്കെ ഒരു എമിനൻറ്റ് പേഴ്സണാലിറ്റീസാണ്. സോ അവരുടെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് അവരാരാണ് എന്നുള്ളത് നമുക്കൊരു അറിവിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. അതായത് അവർ ഉയരങ്ങൾ കീഴടക്കിയ കുറച്ച് എമിനൻറ്റ് പേഴ്സണാലിറ്റീസാണ്. സോ അതുകൊണ്ടാണ് അതായത് ഇമാജിനറി വേൾഡ്, ഇമാജിൻ ചെയ്യാതെ, നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഇതിലേക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് പേഴ്സണാലിറ്റീസാണ് ഇവർ. ഓക്കെ, അപ്പം നമുക്ക് ഹെലൻ കെല്ലറുടെ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഓട്ടോബയോഗ്രാഫി വായിക്കാം. നമുക്ക് ഹെലൻ കെല്ലറുടെ ഓട്ടോബയോഗ്രഫി വായിക്കാം. The beginning of my life was simple and much like every other little life. I came, I saw, I conquered, as the first baby in the family always does. There was the usual amount of discussion on a name for me. The first baby in the family was not to be lightly named. Everyone was emphatic about that. My father suggested the name of Mildred Campbell. She was one of our highly esteemed ancestors. But in the excitement of carrying me to church, my father forgot the name on the way. When the church minister asked him for it, he gave the name Helen Adams. എന്താ അതിൽ പറയുന്നത്? അതായത് എല്ലാ ജീവിതങ്ങളെ പോലെ എൻ്റെ ജീവിതം ഒരു ചെറിയ ലളിതമായിരുന്നു എന്നാണ് പറയുന്നത്. കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞ് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ വന്നു ഹെലൻ കെല്ലർ പറയും, ഞാൻ വന്നു. എനിക്കായിട്ട് എൻ്റെ പേരിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ അവിടെ പതിവായിരുന്നു. കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞിന് നിസ്സാരമായി പേരിടാൻ പാടില്ലായിരുന്നു, എല്ലാവരും അത് ഊന്നി പറയുന്നു. മിൽഡ്രഡ് ക്യാമ്പലിൻ്റെ പേര് അച്ഛൻ നിർദ്ദേശിച്ചു. അവർ ഞങ്ങളുടെ വളരെ ബഹുമാനിക്കപ്പെടുന്ന പൂർവികരിൽ ഒരാളായിരുന്നു മിൽഡ്രഡ് ക്യാമ്പൽ. ആ പേരാണ് ആൾക്കിട്ടത്, ഹെലൻ കെല്ലറിന് ഇട്ടത്. പക്ഷേ എന്നെ പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ ആവേശത്തിൽ അച്ഛൻ ആ പേര് വഴിയിൽ വെച്ച് മറന്നുപോയി. അപ്പോൾ അവിടുത്തെ പള്ളിയിലത്തെ അച്ഛൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഹെലൻ ആഡംസ് എന്ന പേര് നൽകി. അപ്പോൾ പോകുന്ന വഴിക്ക് അച്ഛൻ ആ പേര് മറന്നു പോവുകയാണ്. പിന്നെ സഭാ ശുശ്രൂഷകൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹെലൻ ആഡംസ് എന്ന പേര് നൽകി. അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് ഹെലൻ ഗെറ്റ് ഹെർ നെയിം? എങ്ങനെയാണ് ഹെലന് ആ പേര് കിട്ടിയതെന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ നമുക്കിത് ഇന്ന് മനസ്സിലായില്ല എങ്ങനെയാണ് അവൾക്ക് ആ പേര് കിട്ടിയത്. Helen got her name when her father, in the excitement of carrying her to church, forgot the name he had chosen for her, Mildred Campbell, and gave her the name Helen Adams instead. അതായത് പോകുന്ന വഴിക്ക് അച്ഛന് ആ പേര് മറന്നുപോയി. സോ അവിടെ വെച്ചിട്ട് അച്ഛന് എന്ത് പേരിടുകയാണ്, ഹെലൻ ആഡംസ് എന്നുള്ള പേര് ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാം. I showed my signs of an eager, self-asserting disposition when I was still a baby. I insisted upon imitating everything I saw other people doing. At 6 months, I could pipe out "How die." One day, I attracted everyone's attention by saying "T, T, T" quite plainly. Even after my illness, I remembered one of the words I had learned in these early months. It was the word water. I continued to make some sounds for that word after all other speech was lost. I stopped making the sound "wa wa" only when I learned to spell the word. അതായത് അതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെലൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ ജിജ്ഞാസയും ആത്മവിശ്വാസമുള്ളൊരു സ്വഭാവത്തിൻ്റെ പല അടയാളങ്ങളും ഹെലൻ കാണിച്ചു. മറ്റുള്ളവർ ചെയ്യുന്നതും കാണുന്നതും എല്ലാം ഹെലൻ അനുകരിക്കാൻ തുടങ്ങി. 6 മാസത്തിനുള്ളിൽ എനിക്ക് ഹൗ ഡി ഐ എന്ന് ഉച്ചരിക്കാൻ കഴിഞ്ഞു. ഒരു ദിവസം ടി 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 എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. എൻ്റെ അസുഖത്തിന് ശേഷവും ആദ്യ മാസങ്ങളിൽ അവൾ പഠിച്ചിട്ടുള്ള വാക്കുകളിൽ അവൾ ഓരോന്ന് ഓർത്തു. അത് എന്തായിരുന്നു? വെള്ളം എന്ന വാക്കായിരുന്നു, വാട്ടർ. മറ്റെല്ലാ സംസാരവും നഷ്ടപ്പെട്ടതിന് ശേഷവും അവൾ ആ വാക്ക് ഉച്ചരിച്ചുകൊണ്ടിരുന്നു. ആ വാക്കിൻ്റെ സ്പെല്ലിങ് പഠിച്ചപ്പോൾ മാത്രമാണ് വാ വാ എന്ന ശബ്ദമുണ്ടാക്കുന്നത് അവൾ നിർത്തിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പാരഗ്രാഫിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്, വൈ ഡസ് ഹെലൻ സേ ഷീ ഷോഡ് മെനി സൈൻസ് ഓഫ് എൻ ഈഗർ സെൽഫ് അസേർട്ടിംഗ് ഡിസ്പോസിഷൻ? അതായത് ജിജ്ഞാസയും ആത്മവിശ്വാസമുള്ള സ്വഭാവ സവിശേഷതകൾ താൻ പ്രകടിപ്പിച്ചിരുന്നു എന്ന് ഹെലൻ പറയുന്നത് എന്തുകൊണ്ട്? Helen showed the many signs of eager, self-asserting disposition because, as baby, she would insist on imitating everything she saw others doing, and would even try to say words and she had learned. അതായത് അവൾ പഠിക്കുന്ന വേർഡ്സൊക്കെ അവളിങ്ങനെ പറയാൻ തുടങ്ങി. പിന്നെ അവൾ ഓരോരുത്തരെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെയാണ് അവൾ ആത്മവിശ്വാസ സ്വഭാവ സവിശേഷത, ചില ജിജ്ഞാസയും ആത്മവിശ്വാസമുള്ള ചില സ്വഭാവ സവിശേഷതകൾ അവൾ പ്രകടിപ്പിച്ചിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാം. They tell me I walked the day I was a year old. My mother had just taken me out of the bathtub and was holding me in her lap. I was suddenly attracted by the flickering shadows of leaves that danced in the sunlight on the smooth floor. I slipped from my mother's lap and almost ran towards them. But the impulse was quickly gone. I fell down and cried for her to take me up in her arms. എന്താ അതിൽ പറയുന്നത്? ഇത് ആ പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾക്ക് 1 വയസ്സായ ദിവസം തന്നെ അവൾ നടന്നു തുടങ്ങിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അവളുടെ പാരൻസ് പറഞ്ഞിട്ടുണ്ടാവും. സോ അവൾ ബാത്ത് ടബിൽ നിന്ന് അവളുടെ അമ്മ അവളെ എടുത്ത് മടിയിൽ കിടത്തി. മിനുസമാർന്ന തറയിൽ അവൾ എന്ത് കാണുകയാണ്? സൂര്യപ്രകാശത്തിൽ ഇലകളുടെ നിഴൽ ഇങ്ങനെ നൃത്തം ചെയ്യുന്നതായിട്ട് അവൾ കാണുകയാണ്. അവളൊക്കെ പെട്ടെന്ന് അവളെ ആകർഷിച്ചു. അപ്പോൾ അവൾ അമ്മയുടെ മടിയിൽ നിന്ന് പെട്ടെന്ന് വഴുതി അതിൻ്റെ അടുത്തേക്ക് ഓടി. ഓക്കെ, അപ്പോൾ എന്നാൽ ശക്തമായ ആഗ്രഹം പെട്ടെന്ന് ഇല്ലാതായി എന്ന് പറയാണ്. അവൾ വീഴുകയും എന്ത് ചെയ്യും, അമ്മ അവളെ എടുക്കാൻ വേണ്ടിയിട്ട് അവൾ കരയുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സൂര്യപ്രകാശത്തിൽ ഇലകൾ നൃത്തം ചെയ്യുന്നതായിട്ട് കണ്ടത് അവൾ അത് കണ്ടപ്പോൾ അവൾ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ മടിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായി, പെട്ടെന്ന് അവൾ വീണപ്പോൾ അവൾ കരഞ്ഞു, അമ്മ എടുക്കാൻ വേണ്ടി കരഞ്ഞു. സോ അവളുടെ ആഗ്രഹം അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നതെന്ന് അവൾ പറയുകയാണ്. These happy days did not last long. Just 1 year, one brief spring, when the robin and the mockingbird sang their melodious song. A summer with its blooming roses and fruits.
an autumn with its golden fruits and shedding leaves. It happened in February in the middle of the winter. I was struck by illness which closed both my eyes and ears forever. The doctor thought I would not live. I would not live. But early one morning that fever left me. There was great rejoicing in family that morning. But no one, not even the doctor, knew that I would never see or hear again. അതായത് അതിൽ പറയാണ്, അതായത് അവളുടെ സന്തോഷ ദിനങ്ങൾ അധികം നാൾ അവൾക്ക് നീണ്ടു നിന്നില്ല. കേവലം ഒരു വർഷം റോബിൻ പക്ഷിയും മോക്ക് ബേർഡും അവരുടെ ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ച ഒരു ചെറിയ വസന്തം, അതുപോലെ തന്നെ റോസാപ്പൂക്കളും പഴങ്ങളും ഉള്ള ഒരു ചെറിയ വേനൽക്കാലം, സ്വർണ്ണ നിറത്തിലുള്ള പഴങ്ങൾ നിറഞ്ഞ ഇല കൊഴിയുന്ന ഒരു ശരത്കാലം, ശൈത്യകാലത്തിൻ്റെ മധ്യത്തിൽ ഫെബ്രുവരിയിലാണ് അത് സംഭവിച്ചത്. എന്താണ് സംഭവിക്കുന്നത്? അവളുടെ കാഴ്ചയും കേൾവിയും എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു അസുഖം അവളെ ബാധിച്ചു. അപ്പോൾ അവൾ ജീവിച്ചിരിക്കില്ലെന്ന് ഡോക്ടർ കരുതി. പക്ഷേ ഒരു പ്രഭാതത്തിൽ അവളുടെ പനിയൊക്കെ അവളെ വിട്ടുപോയി. അന്ന് രാവിലെ അവളുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇനി ഒരിക്കലും അവൾ കാണുകയോ കേൾക്കുകയോ ചെയ്യില്ലെന്ന് ആർക്കും, ഡോക്ടർക്ക് പോലും അറിയില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അതിൽ വരുന്ന 2 ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാം. വൈ ഡിഡിൻ ഹെലൻസ് ഹാപ്പി ഡേയ്സ് ലാസ്റ്റ് ലോങ്? അതായത് ഹെലൻ്റെ സന്തോഷം അധികം നാൾ നീണ്ടു നിൽക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മൾ വായിച്ചു അല്ലേ, ഹെലൻസ് ഹാപ്പി ഡേയ്സ് ഡിഡിൻ ലാസ്റ്റ് ലോങ് ബിക്കോസ് ഷീ വാസ് സ്ട്രക്ക് ബൈ ഇൽനെസ് വിച്ച് ലെഫ്റ്റ് ഹെർ ബ്ലൈൻഡ് ആൻഡ് ഡെഫ് ഫോർ എവർ. അതായത് അവളുടെ കേൾവിയും അതുപോലെ തന്നെ അവളുടെ കാഴ്ചയും ഇല്ലാതാക്കുന്ന ഒരു അസുഖം അവളെ ബാധിച്ചത് കൊണ്ടാണ് അവളുടെ സന്തോഷം അധികം നാൾ നീണ്ടു നിൽക്കാതിരുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും കൂടിയുണ്ട്. വാട്ട് ട്രാജഡി സ്ട്രക്ക് ഹെലൻ ഇൻ ഫെബ്രുവരി? ഫെബ്രുവരിയിൽ ഹെലനുണ്ടായ ദുരന്തം എന്താണ്? The tragedy that struck Helen in February was an illness that closed both her eyes and ears forever. അതായത് അവളൊരു അസുഖം ബാധിക്കുകയാണ്. അതായത് അവളുടെ കാഴ്ചയും അതുപോലെ തന്നെ കേൾവിയും ഇല്ലാതാക്കുന്ന ഒരു അസുഖം അവളെ ബാധിച്ചതാണ് അവൾക്ക് ഫെബ്രുവരിയിൽ ഉണ്ടായ ഒരു ട്രാജഡി, അതല്ലെങ്കിൽ ദുരന്തം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാം. I fancy I still have confused memories of that illness. I especially remember the tenderness with which my mother tried to soothe me in my walking hours. I also remember the pain and confusion with which I woke up after a disturbed sleep. I turned my eyes away from the once loud light, but except for these fleeting memories, it all seems very unreal, like a nightmare. Gradually I got used to the silence and the darkness that surrounded me. I forgot completely that it had all been very different. It was my teacher who changed everything and set my spirit free. But the first 19 months of my life had been different. I had caught glimpses of broad green fields, a luminous sky, trees and flowers. The darkness that followed could not wholly blot them out. അതായത് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളുടെ അസുഖം എന്ന് പറയുന്നത്, അസുഖത്തിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ അവളുടെ ഓർമ്മയിൽ എപ്പോഴും അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഉണർന്നിരിക്കുന്ന സമയത്ത് അവളെ അമ്മ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അതൊക്കെ അവൾ ഓർക്കുകയാണ്. അതുപോലെ തന്നെ അസ്വസ്ഥമായ ഉറക്കത്തിന് ശേഷം അവൾ ഉണർന്നപ്പോൾ ഉണ്ടായ വേദനയും ആശയക്കുഴപ്പവും ഒക്കെ അവൾ ഓർക്കുകയാണ്. ഒരിക്കൽ സ്നേഹിച്ച വെളിച്ചത്തിൽ നിന്ന് അവൾ കണ്ണുകൾ തിരിച്ചു. പക്ഷേ ക്ഷണികമായ അവളുടെ ഓർമ്മകൾ ഒഴികെ എല്ലാം പേടിസ്വപ്നം പോലെ വളരെ വളരെ പേടിസ്വപ്നമുള്ളതായിട്ട് അവൾക്ക് തോന്നുകയാണ്. പതിയെ അവൾ എന്ത് ചെയ്യാണ്, അവളുടെ നിശബ്ദതയും ഇരുട്ടും അവൾക്ക് ശീലമായി തുടങ്ങി. കാരണം അവളുടെ കണ്ണുകളും അതുപോലെ തന്നെ ചെവികളും അവൾക്ക് ഇല്ലാതായിരിക്കുകയാണ്. അതായത് അവൾക്ക് കേൾവിയും കാഴ്ചയും ഇല്ലാതായിരിക്കുകയാണ്. സോ അവൾക്ക് നിശബ്ദതയും ഇരുട്ടൊക്കെ ശീലമായിട്ട് മാറി വരികയാണ്. അവൾക്കതൊന്നും ചിന്തിക്കാൻ കഴിയാത്തതായിരുന്നു. അവൾക്ക് കുറേയധികം മെമ്മറീസ് നൽകിയ കുറേ കാര്യങ്ങളുണ്ടായത്. ഇന്ന് നമ്മൾക്ക് ഒരു അസുഖം ബാധിച്ച് അതിലേക്ക് അവൾ വീണുപോയി. അപ്പോൾ അവൾക്ക് അവളുടെ നിശബ്ദതയും ഇരുട്ടും അവൾക്ക് ശീലമായി. അവൾ പതിയെ അവൾക്ക് അത് ശീലമായി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ
എല്ലാം അവൾ പൂർണ്ണമായിട്ട് മറന്നു. അവൾ വെളിച്ചത്തെയും അതുപോലെ തന്നെ അവളുടെ ശബ്ദങ്ങളെയൊക്കെ അവൾ പൂർണ്ണമായിട്ട് മറന്ന് അവൾ മാറി. അവളത് മാറി. പിന്നീട് എന്ത് ചെയ്യണം, അവളുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കിയത്, അവളെ വളരെയധികം സ്വതന്ത്രമാക്കിയതും അവളെ വളരെ ഹാപ്പി ആക്കിയത് അവളുടെ അധ്യാപികയായിരുന്നു എന്ന് പറയാണ്. അതായത് അവളുടെ 19 മാസങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. അതായത് വിശാലവും പച്ചപ്പുമുള്ള വയലുകളും അതിൽ തിളങ്ങുന്ന ആകാശവും മരങ്ങളും പൂക്കളൊക്കെ അവൾ കണ്ടു. പിന്നാലെ വന്ന ആ ഇരുട്ടിന് മുഴുവനായിട്ട് ആ വെളിച്ചത്തെ അല്ലെങ്കിൽ ആ കാഴ്ചകളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്ന് അവൾ പറയുകയാണ്. അതിലൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, വൈ വേർ ദ ഫസ്റ്റ് 19 months ഓഫ് ഹെലൻ കെല്ലേഴ്സ് ലൈഫ് ഡിഫറെൻറ്റ്? എന്തുകൊണ്ടാണ് ഹെലൻ കെല്ലറിൻ്റെ ആദ്യത്തെ 19 മാസത്തെ ജീവിതം വ്യത്യസ്തമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. The first 19 months of Helen Keller's life were different because during that time she was able to see and hear world around her. But after the illness, she lost those senses and her life became very different as a result. അതായത് ഹെലൻ കെല്ലറുടെ ജീവിതത്തിലെ ആദ്യത്തെ 19 മാസങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു. കാരണം എന്താ, അക്കാലത്ത് അവൾക്ക് ചുറ്റുമുള്ള ലോകം കാണാനും കേൾക്കാനും കഴിഞ്ഞിരുന്നു. എന്നാൽ അസുഖത്തിന് ശേഷം എന്തുണ്ടായി, അവളുടെ കാഴ്ചയും കേൾവിയും നഷ്ടപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് എന്താണ്, അവളുടെ ജീവിതം വളരെയധികം വ്യത്യസ്തമാവുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് നോക്കാം. ദേവ് ഈസ് ട്രൈങ് ടു ലിസ്റ്റ് ഔട്ട് സം events in the early life of Helen Keller. But he is not able to put them in order. Read the passage once again and help him to write the following in the correct order. അതായത് ദൈവം എന്ന് പറഞ്ഞ കുട്ടി കുറച്ച് ഈവൻറ്റ്സ് ഹെലൻ കെല്ലറിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഏർലി ലൈഫിലെ കുറച്ച് ഈവൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവനത് ഓർഡറിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളോട് പാസേജ് ആ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ട് ഇത് ഓർഡറിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടീച്ചർ ഇത് ഓർഡർ ആക്കിയിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളത് വായിച്ചിട്ട് നിങ്ങൾ ഓർഡർ ആക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇതിൽ നോക്കിയിട്ട് തിരുത്തുക. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി, ചൂസ് അനദർ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ ഫോർ ദ പാസേജ്. യു മേ ഓൾസോ ഗീവ് വൺ ഓഫ് യുവർ ഓൺ. അതായത് നമ്മളിപ്പോൾ വായിച്ചില്ലേ ഓട്ടോബയോഗ്രഫി, അതിന് പറ്റിയിട്ടുള്ളൊരു ടൈറ്റിൽ ഇവിടെ കുറച്ച് ടൈറ്റിലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടേതായ ഒരു ടൈറ്റിലും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈറ്റിൽ ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ടൈറ്റിലാണ് ഫസ്റ്റ് സ്റ്റെപ്സ് ഹെലൻസ് ഏർലി ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾക്ക് തോന്നുന്ന ഒരു ടൈറ്റിൽ നിങ്ങൾക്കതിൽ കൊടുക്കാം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതിൽ, ഈ പാസേജിൽ തോന്നിയിട്ടുള്ള ഈ 3 ടൈറ്റിലുകളിൽ തന്നിട്ടുള്ളതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ടൈറ്റിലാണ് അൺഫോൾഡിങ് ഗ്രീഫ്. അതായത് അനാവൃതമായ ദുഃഖം എന്ന്. അതായത് അവൾക്ക് ഒരു അസുഖം ബാധിക്കുകയാണ്. കാരണം എന്താ, അവളുടെ ജീവിതത്തിലൊരു ട്രാജഡി വരികയാണ് അല്ലേ. അപ്പോൾ അതെന്താണ്, അത് അവളുടെ ലൈഫിനെ തന്നെ ഇതാക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവളുടെ ലൈഫിൽ തന്നെ വളരെയധികം ദുഃഖത്തിലേക്ക് വീഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ക്ലോസ്ഡ് ഹെർ ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ. അവളുടെ കണ്ണും അതുപോലെ ചെവിയും എന്നേക്കുമായിട്ട് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അൺഫോൾഡിങ് ഗ്രീഫ് എന്നുള്ള ഒരു ടൈറ്റിലാണ് ഇതിന് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് തോന്നുന്നതെന്ന് വെച്ചാൽ അത് എഴുതുക. അതിൻ്റെ കാരണം അവിടെ വ്യക്തമാക്കുക കേട്ടോ. ആക്ടിവിറ്റി 3 നോക്കാം. സം സീസൺസ് ആർ മെൻഷൻഡ് ഇൻ ദ പാസേജ്. റൈറ്റ് ദർ നെയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ദ കോളംസ് ഗിവൺ ബിലോ. അതായത് കുറച്ച് സീസൺസും അതിൻ്റെ ഫീച്ചേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സീസണിൻ്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. സോ ബാക്കിയുള്ള സീസൺസും അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിലുള്ള ആ ഫീച്ചേഴ്സും കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ പാസേജ് വായിച്ചിട്ട് അതിൽ നിന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതുപോലെ സമ്മർ, ഓട്ടം, വിൻ്റർ ബാക്കിയുള്ള സീസൺസ് എഴുതുക, അതിൻ്റെ ഫീച്ചേഴ്സും എഴുതുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഹൗ മെനി സീസൺ ഡു യു ഹാവ് ഇൻ ഇന്ത്യ? കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹൗ നേച്ചർ ലുക്സ് ഇൻ ഡിഫറെൻറ്റ് സീസൺസ്. അതായത് ഇന്ത്യയിലുള്ള സീസൺസ് ഏതൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ? സ്പ്രിംഗ്, സമ്മർ, മൺസൂൺ, ഓട്ടം, പ്രീ വിൻ്റർ, വിൻ്റർ. ഇതാണ് ഇവിടെയുള്ളത് ഇന്ത്യയിലുള്ള സീസൺസ്. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സും ഫോട്ടോഗ്രാഫ്സൊക്കെ വെച്ചിട്ട് ഒരു ഭംഗിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്.
എങ്ങനെയാണ് നേച്ചർ ഇരിക്കുക, എങ്ങനെയാണ് സീസൺസിലൊക്കെ നേച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഫോട്ടോഗ്രാഫിലൂടെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഫോട്ടോഗ്രാഫ്സൊക്കെ വെച്ചിട്ട് സ്പ്രിങ്ങും സമ്മറും മൺസൂണും ഓട്ടം പ്രീ വിൻ്റർ വിൻ്റർ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട്. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, പൂക്കാലം അല്ലേ. സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂര്യൻ്റെ ഓക്കെ, വേനൽക്കാലം എന്ന് പറയും. മൺസൂൺ എന്ന് പറഞ്ഞാൽ മഴക്കാലം. ഓട്ടം എന്ന് പറഞ്ഞാൽ ഇല പൊഴിയുന്ന കാലം ഓക്കെ, ശരത്കാലം എന്ന് പറയും. പ്രീ വിൻ്റർ എന്ന് പറഞ്ഞാൽ വിൻ്ററിന് തൊട്ട് മുന്നിലുള്ള കാലം. വിൻ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ശൈത്യകാലം ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഇമാജിൻ യു ആർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആൻഡ് യു ഹാവ് ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹെലൻ കെല്ലർസ് മദർ, കീറ്റ് കെല്ലർ. വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ലൈക്ക് ടു ആസ്ക് ഹെർ? അതായത് നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടറാണെന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഹെലൻ കെല്ലറിൻ്റെ മദറിനെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ആളോട് ചോദിക്കുക, ഹെലൻ കെല്ലറിൻ്റെ മദറിനോട് ചോദിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എന്താണ് നിങ്ങൾ ചോദിക്കുക എന്നുള്ളത് അതും നിങ്ങൾ എഴുതുക കേട്ടോ ഓക്കെ. അപ്പോൾ ഒരു മാതൃകയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് ആളോട് ചോദിക്കാൻ, അല്ലെങ്കിൽ മദറിനോട് എന്തൊക്കെയാണ് ചോദിക്കാൻ തോന്നുന്നുള്ള കാര്യങ്ങൾ നിങ്ങളും എഴുതുക ഓക്കെ. അപ്പോൾ നമ്മുടെ ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ചാപ്റ്ററിലെ 3 പാഠങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എടുത്ത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.